നമ്മളുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു ക്ലാസ്സുകളുടെ ഇടയിലായിരിക്കും നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്കെങ്കിലും പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ഓർത്ത് തന്നെ എഴുതാൻ മതിയോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഓരോ സെക്കൻഡിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് സക്സസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണം, ഓഫ് കോഴ്സ് എന്തായാലും വേണം. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പല ആൾക്കാർക്കും പല റീസൺസ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് പേര് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ, പ്ലസ് വൺ എക്സാമിൻ്റെ ടൈമിൽ വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സിൽ എനിക്ക് അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എയിം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം നമ്മളുടെ ഈ ഒരു എക്സാമിന് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. ആൻഡ് ഇനി കുറച്ച് പേരാണെങ്കിൽ ചില സബ്ജക്ട്സിലൊക്കെ ജസ്റ്റ് ഒന്ന് പാസ്സായി നിൽക്കുകയാണ്, അതൊന്ന് കുറച്ച് കൂട്ടിപ്പോൾ 60% ആണെങ്കിൽ അതൊന്ന് 70% എത്തിക്കണം, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നമ്മളെ ക്ലാസ്സസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, അതിലെല്ലാം ഒന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്കൊരു 60 ആണെങ്കിൽ 70ലേക്കോ 80ലേക്കോ ഒക്കെ എത്താൻ പറ്റും. ഇനി ഫുൾ A+ അല്ലെങ്കിൽ ഫുള്ളല്ല, നമ്മൾ ആ സബ്ജക്റ്റിൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്കാണ് നിങ്ങൾ ആ സബ്ജക്റ്റിൽ എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വഴിക്ക് വരും നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനിയിപ്പോൾ പ്ലസ് ടു ക്ലാസ്സൊക്കെ തുടങ്ങി ഇപ്പോൾ ഒന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല, അങ്ങനെ വിട്ട് കളയരുത്. കാരണം നമ്മൾ ഒരു ഡെസിഷൻ എടുത്തു, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുവാണ് അല്ലേ? അപ്പോൾ ആ ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പവറോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വെറുതെ കൊടുത്തതാണ് ഫ്രണ്ട്സ് എല്ലാവരും എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നത്, അങ്ങനെയല്ല. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചങ്ങോട്ട് കയറാമെന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒന്ന് നനഞ്ഞു അല്ലേ, ഇനി നന്നായിട്ട് കുളിച്ച് കയറി കഴിഞ്ഞാൽ വൃത്തിയായി. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്താണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ എക്സാമിനർ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ റെഗുലറായിട്ട് എന്തായാലും കാണാം. ഓക്കെ, നമ്മളുടെ എക്സാമിനറിൻ്റെ മെയിൻ ചാനലിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ സെറ്റാക്കി വെക്കുക. കാരണം ഒരു ക്ലാസ് പോലും മിസ്സാവരുത്. അപ്പോൾ മിസ്സിന് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടു കുട്ടികളാണ്, അതിൻ്റെതായ റെക്കോർഡ് വർക്ക്, പ്രാക്ടിക്കൽ ക്ലാസ്സസ്, എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ടൈം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളറിയാതെ തന്നെ അത് അങ്ങോട്ട് പഠിച്ചോളും, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകും, നോട്ട്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വിചാരിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വേണോ, കാര്യമുണ്ടോ, ചെയ്താൽ ഇമ്പ്രൂവ് ആവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടിന് ഇനി നമുക്ക് പ്രസക്തിയില്ല. നമ്മൾ എഴുതാൻ പോവുകയാണ്, നമ്മൾ വിചാരിച്ച ആ മാർക്സ് വാങ്ങിയിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നല്ല അടിപൊളിയായിട്ട് എക്സാമിനറിൻ്റെ കൂടെ ഒക്കെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് സമാധാനത്തോടെ ഇരിക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂട്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും.